ഓണത്തിന് ബോണസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഈ തൊഴിലാളികളോട് പറഞ്ഞു. കേരളത്തിൽ ഓണത്തിന് 1000 ഉറുപ്പിക ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓണം ഇല്ലാത്ത സ്ഥലത്ത് ഓണത്തിന് കൊടുക്കണ്ട, അവിടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. എന്തെല്ലാം ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലവൻസോ ആനുകൂല്യമോ കൊടുക്കുന്നുണ്ടോ? കേരളത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ 1000 ഉറുപ്പിക നമ്മുടെ ഖജനാവിൽ നിന്ന് ചിലവാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ആ പറഞ്ഞതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇവർക്കൊരു സൈബർ സംഘം ഉണ്ടല്ലോ, ഞാനവരെ എന്താ പറയേണ്ടത്, ഒരു ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുക. എന്ത് വൃത്തികെട്ട ഭാഷയിലാണ് കമൻസ് ഇടുന്നത്. പക്ഷെ അവർ കാണേണ്ടത്, അവർ ആ കമൻസ് ഇട്ടതോടുകൂടി ഈ പ്രശ്നം വലിയ ചർച്ചാ വിഷയമായി. ഒന്നുകൂടി ആളുകൾ ഓർമ്മിച്ചു. ഇടതുപക്ഷം പിന്തുണ നൽകുമ്പോഴാണ് ഈ സോഷ്യൽ റിഫോംസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? അതിനു മുമ്പ് എത്ര തവണ 4-3 ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. എന്തേ തോന്നാഞ്ഞു? ഇത് ഈ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഈ നിയമങ്ങൾ അവതരിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്. ഞങ്ങൾ എത്ര ഉണ്ട് അവിടെ എണ്ണം എന്നുള്ളതല്ല, പക്ഷേ ഞങ്ങൾ നിർണായകമായിരുന്നു വന്നത് എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ആ പിന്തുണ പിൻവലിച്ചതും ഇന്തോ US കരാറിൽ, ആണവ കരാറിൽ കേന്ദ്ര ഗവൺമെൻറ് ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് ഞങ്ങൾ മോദിയെ എതിർക്കുന്നതും അതേ US കരാറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ശരിയായത് ചെയ്തു. ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കേരളം കൊടുത്തു, എന്നാൽ അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉത്തരേന്ത്യയിൽ ഓണത്തിന് അലവൻസ് കൊടുത്തിട്ടില്ല എന്നാ? എന്നിട്ട് ലജ്ജയില്ലാതെ ചോദിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ ഓണം ഉണ്ടോ, ഇയാളൊരു ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻ്റ് ഇടുന്നത്. മോശം ഭാഷ അവർ ഉപയോഗിക്കും തോറും നമുക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത കൂടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതെ, ഇവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ചില MLA-മാരാണല്ലോ ഈ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തൊക്കെ എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ചു, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ. നേരത്തെ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ അടക്കം അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പോട്ടെ, സ്വന്തം പാർട്ടി ലീഡർമാരെ അപഹസിച്ചുകൊണ്ട് കൊടുത്തില്ലേ? ഇപ്പോൾ ഈ കുറ്റം പറയുന്ന സാക്ഷാൽ BD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരെ ഈ സൈബർ സംഘം നടത്തിയ ആക്രമണം എന്താ ഒരു ഘട്ടത്തിൽ? അപ്പോൾ ഇവർ ആക്രമിക്കാൻ ഇങ്ങനെ വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കുന്നവർ ഇന്ന് ഞങ്ങൾക്കെതിരാണെങ്കിൽ നാളെ അവരുടെ ഇടയിലുള്ള ആളുകൾക്കെതിരെ തന്നെ അതെല്ലാം പ്രയോഗിക്കും. അത്ര വൃത്തികെട്ട സ്വഭാവമാണ് ഈ സംഘം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഭാഷയാണ് അതിലേറ്റവും പ്രധാനം. നമ്മളെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ നമ്മളല്ല ചീത്തയാവുന്നത്, കേട്ടില്ലേ? നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിലാണ്. അതുകൊണ്ട് അത് ഈ സമൂഹത്തിന് ബോധ്യമുണ്ട്. മാത്രമല്ല, ഈ സൈബർ ആക്രമണം വന്നപ്പോൾ കൂടുതൽ ആളുകൾ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്, എപ്പോഴാണത് നശിപ്പിക്കാൻ തുടങ്ങിയത്, അത് ഈ സമൂഹത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരടക്കം പറയുന്നതാണ്. ഇടതുപക്ഷം പിന്തുണക്കുന്ന സമയത്ത് ഈ കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തു, അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് എന്നത്.